ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് സമ്മതത്തെക്കുറിച്ചാണ്. എന്താണ് ദൈവത്തിൻ്റെ സമ്മതം? എന്തായിരുന്നു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമ്മതം? എന്താണ് നമ്മളുടെ ഓരോരുത്തരുടെയും സമ്മതം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. നാം ആഗമന കാലത്തിലേക്ക് അഥവാ മംഗളവാർത്താ കാലത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് ഈശോയുടെ വരവിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ആ പിറവി തിരുനാളിന് വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങുകയാണ്. ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം, എന്തായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ സമ്മതം? തൻ്റെ ഏകപുത്രനെ, ആ വചനമാകുന്ന ആ ദൈവത്തെ മനുഷ്യാവതാരം ചെയ്യാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ പിതാവായ ദൈവം തിരുമനസ്സാവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം തിരുവചനത്തിൽ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ പിതാവായ ദൈവം മനസ്സാവുകയാണ് ചെയ്തത്. എന്തിനാണ്? മനുഷ്യരായ നമ്മളെ ദൈവങ്ങളാക്കുവാൻ ദൈവമായ കർത്താവ് മനുഷ്യനാവുകയാണ്. അതിന് ഒരു മനുഷ്യ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ശരീരം കടമെടുക്കേണ്ട ആവശ്യമായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമ്മതത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം 26 മുതൽ 38 വരെയുള്ള തിരുവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ സൃഷ്ടി ആണെങ്കിലും പരിപൂർണ സ്വാതന്ത്ര്യം മനുഷ്യമക്കൾക്ക് അവിടുന്ന് നൽകി. പ്രഭാഷകന്റെ പുസ്തകം 15-ാം 14 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. അപ്പം മനുഷ്യ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും മനുഷ്യൻ്റെ സമ്മതം ആവശ്യമാണ്. അതിൽ ദൈവം ഒരിക്കലും കടക്കുകയില്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാൻ സന്മനസ്സായപ്പോൾ, സമ്മതം നൽകിയപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ സമ്മതം കൂടി ആവശ്യമായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമ്മതത്തിന് വേണ്ടി സ്വർഗം മുഴുവനും ദൈവദൂതന്മാരും കാതോർത്ത സമയമായിരുന്നു. ആ സമയത്തിൻ്റെ പൂർണ്ണതയിൽ മറിയത്തോട് ചോദിച്ചപ്പോൾ മറിയത്തിൻ്റെ ഉത്തരം ഇതായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം 38 തിരുവചനത്തിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് മറിയം എസ് പറയുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തിന് നോയും പറയാമായിരുന്നു. പക്ഷേ പരിശുദ്ധ കന്യാമറിയം ആ ദൈവവചനം മനുഷ്യാവതാരം ചെയ്യുവാൻ എസ് പറഞ്ഞപ്പോൾ ദൈവരാജ്യം ഭൂമിയിലേക്ക് വരികയാണ്. സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാവുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആ ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിൽ ആയിരുന്ന, ആ മഹത്വീകരിക്കപ്പെട്ട ശരീരം ആയിരുന്ന നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരുടെ അടുത്ത് വന്ന് സാത്താനും സമ്മതം ചോദിക്കുകയാണ് പാപം ചെയ്യാൻ വേണ്ടി. പാപത്തിന് കൂട്ടു നിൽക്കുവാനായിട്ട് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പഴം തൊടണമെങ്കിൽ മനുഷ്യൻ്റെ സമ്മതം സാത്താന് ആവശ്യമായിരുന്നു. അവൻ വളരെ തന്ത്രപൂർവ്വം വന്ന് ചോദിക്കുകയാണ്, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന്. ആ മനുഷ്യൻ്റെ സമ്മതത്തിലൂടെ പാപം ആ പറുദീസായിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ആ ഹവ്വയ്ക്ക് വേണമെങ്കിൽ പാപം ചെയ്യാൻ സമ്മതിക്കാതെ ഇരിക്കാമായിരുന്നു. പക്ഷേ അവൾ സമ്മതിക്കുകയാണ്. പാപത്തിലേക്ക് അവൾ മനുഷ്യകുലത്തെ മുഴുവൻ നയിക്കുകയാണ്. പിന്നീട് അവൾ ഭർത്താവിനും പറിച്ചു കൊടുത്തു. അവൻ്റെയും സമ്മതമാണ് നാം അവിടെ കാണുന്നത്. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാം. പാപം ചെയ്യണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സമ്മതം ആവശ്യമാണ്.
ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും നമ്മളൊരു പാപം ചെയ്യണമെങ്കിൽ മറ്റു വ്യക്തികൾ നമ്മളോട് വന്ന് നമ്മുടെ സമ്മതം ചോദിക്കുമല്ലേ? അപ്പം നമ്മൾ യേശു പറഞ്ഞെങ്കിൽ, നമ്മൾ അനുവദിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ പാപം നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ നടക്കണമെങ്കിൽ മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും സമ്മതം ദൈവത്തിന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ നടക്കുകയുള്ളൂ. അപ്പം മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് എത്രമാത്രം വലിയ ദൗത്യങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ദൈവരാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവരാം. വചനത്തെ നമുക്ക് ഓരോരുത്തർക്കും മാംസമാക്കി ദൈവപുത്രന്മാരും ദൈവപുത്രിമാരുമായിട്ട് നമുക്ക് തീരാം. റോമാക്കാർക്ക് ലേഖനം 14 അധ്യായം 17 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യം നമ്മളിലുണ്ടോ? നീതിയുണ്ടോ? സമാധാനമുണ്ടോ? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മളിലുണ്ടോ? നമ്മൾ എങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ അംബാസഡേഴ്സാണ്. അല്ലെങ്കിൽ 2 കൊരിന്തോസ് 12 അധ്യായം 20 തിരുവചനത്തിൽ പറയുന്നത് പോലെ കലഹവും അസൂയയും കോപവും മത്സരവും അഹങ്കാരവും ഇങ്ങനെ സകല പാപങ്ങളുമാണ് ഉള്ളിലുള്ളത് എങ്കിൽ അവിടെ നമ്മൾ സാത്താൻ്റെ രാജ്യം നമ്മൾ സ്ഥാപിക്കുകയാണ്. റോമാക്കാർക്ക് ലേഖനം 5 അധ്യായം 12 മുതൽ 21 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലം പാപം ലോകത്തിൽ പ്രവേശിച്ചെങ്കിൽ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ നീതിയും കൃപയും ലോകത്തിൽ പ്രവേശിച്ചു. അങ്ങനെ ആദത്തിൻ്റെ പാപം മൂലം മരണം നമ്മിൽ വന്നെങ്കിൽ ക്രിസ്തുവിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടവരായി നിത്യജീവന് അവകാശികളാകാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആ പാപത്തിൻ്റെ ഒരു ഇൻഹെറിറ്റൻസ് നമ്മളിലേക്ക് നൽകിയെങ്കിൽ നമുക്കത് മാറ്റുവാൻ സാധിക്കും. കാരണം ഏത് കാര്യത്തിനും നമ്മുടെ ഓരോരുത്തരുടെയും സമ്മതം ആവശ്യമാണ്. ഈ സമ്മതത്തിലൂടെയാണ് എല്ലാം തുടങ്ങുന്നതും എല്ലാം ചെയ്യാൻ സാധിക്കുന്നതും. ഉൽപ്പത്തി പുസ്തകം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ദൈവമായ കർത്താവ് ഹാദവും അവയും തിന്മ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 9 വചനത്തിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട്, മനുഷ്യൻ നീ എവിടെയാണെന്ന്. അപ്പോൾ അവന് പാപത്തിന് കൂട്ടുനിന്ന സാത്താൻ അവിടെ നിന്ന് ഓടി മാറുകയാണ്. പീഡകൾ സഹിക്കാൻ, കഷ്ടപ്പാടുകളും വേദനകളും സഹിക്കാൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. തന്ത്രപൂർവ്വം നമ്മളെ ഓരോ കാര്യങ്ങൾ സമ്മതിപ്പിച്ച് ചെയ്യിപ്പിച്ചെങ്കിലും നമ്മളുടെ വേദനയുടെ സമയത്ത് ഒരിക്കലും സാത്താൻ കൂട്ടു നിൽക്കുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് നാം സാത്താന് വേണ്ടി പലപ്പോഴും കൂട്ടുകൂടി അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് നാം സഹായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളെ അന്വേഷിച്ച് തിരിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കയറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായം 16 തിരുവചനത്തിൽ നാം കേട്ടത്, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരായ നമുക്ക് ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് ദൈവത്തെ സഹായിക്കാം. ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, പാപം എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പ്രവൃത്തി ആയതുകൊണ്ട് 1 യോഹന്നാൻ 3 അധ്യായം 4 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. അവൻ്റെ പ്രവൃത്തി ആയതുകൊണ്ട് നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവന് നമ്മുടെ മേലുള്ള ആധിപത്യം വർദ്ധിക്കുകയും നമ്മുടെ മേലുള്ള അവൻ അവകാശം ഉന്നയിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ ആത്മാവിൻ്റെ വില എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 26 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഒരു ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് പ്രയോജനമെന്ന്. കാരണം അത്രമാത്രം വിലയാണ് ആത്മാവിൻ്റെ വില. അപ്പോൾ നമ്മൾ ഓരോരുത്തരും
ഈ ആത്മാവിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കണം. അവനും ഈ ആത്മാവിന് വേണ്ടിയാണ് പൊരുതുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 5-ാം വചനത്തിൽ പറയുന്നുണ്ട്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? കാരണം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം എങ്ങനെയാണ് നോക്കുന്നത്? അസൂയയോടെ. എന്തിനാണ് ദൈവം അസൂയയോടെ നോക്കുന്നത്? ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മൾ ആ സാത്താൻ്റെ പക്ഷം ചേരുകയാണ്. അപ്പം ദൈവം ഈ ആത്മാവിനെ അസൂയയോടെയാണ് നോക്കുന്നത്. ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ, നമ്മുടെ സ്വന്തം വസ്തുക്കളോടോ സ്വത്തുകളോടോ നമുക്ക് അസൂയ തോന്നില്ല. നമുക്ക് ഇല്ലാത്തത് മറ്റുള്ളവർക്കുള്ളപ്പോഴാണ് നമുക്ക് അസൂയ തോന്നുന്നത്. ഇതുപോലെ ദൈവം നമ്മുടെ ആത്മാവിനെ ദൈവം എന്തിനാണ് അസൂയയോടെ നോക്കുന്നത്? ദൈവത്തിൻ്റേതായിരുന്നു, പക്ഷേ പാപം ചെയ്ത് ദൈവത്തിൻ്റെ ആ സ്വന്തം അവകാശത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ദൈവം ഈ ആത്മാവിനെ അത്രയും അസൂയയോടെ നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഇറങ്ങിച്ചിരിച്ചിരിക്കുന്ന കർത്താവിനെ നമുക്ക് മറക്കാതെ ഈ ആഗമനകാലത്തിൽ നമുക്ക് വേണ്ടി അവിടുന്ന് സ്വർഗം വിട്ട് ഇറങ്ങുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ ഏറ്റവും ദൈവീക രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന വചനമാണ്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കി. ഏറ്റവും വലിയ ശൂന്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ മനുഷ്യാവതാരം ദൈവം സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അന്നേ ആ ശരീരം ധരിച്ചപ്പോഴേ കർത്താവ് പീഡ സഹിക്കാൻ തയ്യാറായിരുന്നു. അവിടുത്തെ ഒന്നാമത്തെ പീഡാനുഭവം എന്ന് പറഞ്ഞാൽ ആ ഇൻകാർണേഷനാണ്. അവിടുത്തെ മനുഷ്യാവതാരം തന്നെയായിരുന്നു. അവിടുന്ന് മനുഷ്യ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടത്തേക്ക് സ്ഥലമില്ലാതായി. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 1 മുതൽ 6 വരെയുടെ തിരുവചനത്തിൽ പിള്ളക്കച്ചകൾ പൊതിഞ്ഞു പുൽത്തൊട്ടിയിലായിരുന്നു അവിടത്തേക്ക് ഈ ഭൂമിയിൽ അവിടുത്തെ സ്വീകരിച്ചത്. സ്ഥലമില്ലായിരുന്നു. അവിടുത്തെ മരണവും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിലായിട്ട് ആ മരക്കുരിശിൽ അവിടുന്ന് മരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട നമ്മളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവിടുന്ന് പീഡ സഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ കർത്താവിൽ നിന്ന് അകന്ന വഴികളിൽ നിന്നെല്ലാം നമുക്ക് പിന്തിരിയാം. പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായം 1-2 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിച്ചുകൊണ്ടിരിക്കും. 10 വർഷം കൊണ്ടാണ് ഒരു വ്യക്തിയെ സാത്താൻ കീഴ്പ്പെടുത്തുന്നെങ്കിൽ അവന് 9-ാം വർഷം അവസാന ദിവസമല്ല അവൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ കൊച്ചു കാര്യങ്ങൾ അവഗണിപ്പിച്ചുകൊണ്ട് നിസ്സാരമായിട്ട് കരുതിച്ചുകൊണ്ട് നമ്മളെ വലിയൊരു കുഴിയിലേക്ക് അവൻ വീഴ്ത്തും. അതുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിൽ വളരെ കെയർഫുള്ളായിരിക്കുക. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയൊരു കൃപയാണ് നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ആ കൃപ. അത് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പിള്ളക്കച്ചയിലേക്ക് വന്ന ഈശോയെ നമുക്ക് സ്വീകരിക്കാം, നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. കാരണം അവിടുന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ചോദിക്കുന്നുണ്ട്, 66-ാം അധ്യായം 1-2 തിരുവചനത്തിൽ, ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്കായി നിർമ്മിക്കുക? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, ആകാശം അവിടുത്തെ സിംഹാസനമാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്കായി നിർമ്മിക്കുക? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? ഈ കർത്താവിന് ഒരു വിശ്രമസ്ഥലം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ആഗമന കാലത്തിലേക്ക് ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം നമുക്ക് അവിടത്തേക്ക് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക എന്ന്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം 15-16 തിരുവചനത്തെ പറയുന്നുണ്ട്,
അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവനും അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? അനുതാപം ഉള്ള ഒരു ഹൃദയവും വിനീതമായ ഒരു ആത്മാവും കൂടി നമ്മൾ ഒരുക്കിയാൽ അവിടത്തേക്ക് വിശ്രമ സ്ഥലമായി മാറും. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ സോളമന് ആ ദേവാലയമെല്ലാം പണി ചെയ്ത ശേഷം സോളമൻ ഒരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്രയോ അപര്യാപ്തമെന്ന്. ദൈവത്തെ ഉൾക്കൊള്ളുവാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ, എന്നിട്ടും അവിടുന്ന് ആഗ്രഹിക്കുന്നത്, അവിടുന്ന് കടം ചോദിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയമാണ്. ഈ ഹൃദയത്തിൽ ദൈവം വസിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സക്രാരികളാകാൻ നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ കന്യാമറിയമായിരുന്നു ആദ്യത്തെ സക്രാരി. പരിശുദ്ധ കുർബാനയും വഹിച്ചുകൊണ്ട് പോയവൾ, വചനത്തെ മാംസം ധരിച്ചവൾ, വചനത്തെ വഹിക്കുവാൻ ഓരോ ദിവസവും നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. ഈശോയെ നമുക്ക് വളർത്തിയെടുക്കാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരാണെങ്കിലും നാം ഈശോയെ സ്വീകരിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സ്വീകരിക്കുകയാണ് ഓരോ ദിവ്യകാരുണ്യത്തിലൂടെയും സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ഈശോയെ നമുക്ക് ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ട് വചനമാകുന്ന കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. അതുവഴി ആ ദൈവഹിതത്തോട് നമുക്ക് സമ്മതം പറയാം. സത്താൻ്റെ ഹിതത്തോട് നമുക്ക് നോ പറയാം. പാപം ചെയ്യുന്ന അവസരങ്ങൾ എത്തുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ സമ്മതം കൊടുക്കാതെ ദൈവത്തിൻ്റെ സമ്മതം നമുക്ക് ആ നന്മയ്ക്ക് നമ്മൾ സമ്മതം കൊടുക്കാം. കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം ഓരോ വചനവും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വഴി പാപത്തോടെ നമുക്ക് നോ പറയുവാനും ദൈവരാജ്യത്തെ നമുക്ക് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഈശോയെ സ്വീകരിക്കാം. ഈശോയ്ക്ക് വാസസ്ഥലങ്ങൾ നമ്മൾ ഓരോരുത്തരും പണിയാം. യെശയ്യാ പ്രവാചകനോട് ചേർന്ന് നമുക്കും പറയാം, ഇതാ കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ എന്ന്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശപ്പറവകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്നവിടുന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, അതേ കർത്താവേ, എൻ്റെ ഹൃദയം ഇതാ, അങ്ങേക്ക് തല ചായ്ക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയം കൊടുക്കാം. അങ്ങനെ നമുക്ക് വളരെ സമ്പന്നരാകാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ സമ്പന്നർ. എല്ലാ തരത്തിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഉന്നതത്തിലൂടെ ഞാൻ നിന്നെ സവാരി ചെയ്യിപ്പിക്കും. ഭൂമിയിലെ എല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം ഇതെല്ലാം കർത്താവിൻ്റേതാണ്. അപ്പം ഒന്നാമതായി നമ്മുടെ ഹൃദയം നമുക്ക് കർത്താവിനായിട്ട് തുറന്നു കൊടുക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധതയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.